ജമ്മു കാശ്മീരിലെ ത്രാലിൽ നിന്ന് വരുന്നു. ത്രാലിൽ നടന്ന ഏറ്റുമുട്ടലിൽ 3 ഭീകരർ വധിക്കപ്പെട്ടു എന്ന വാർത്ത. പഹൽഗാം ഭീകരർക്ക് സഹായം നൽകിയ പ്രാദേശിക ഭീകരൻ ആസിഫ് ഷെയ്ഖ് ഉൾപ്പെടെയുള്ള 3 പേരെയാണ് സുരക്ഷാ സേന വധിച്ചത്. ബൽറാം നെടുങ്ങാടി ത്രാലിൽ നിന്ന് തത്സമയം ചേരുന്നു. പറയൂ ബൽറാം. ത്രാലിൽ ഇപ്പോഴും ഏറ്റുമുട്ടൽ ശക്തമായി തന്നെ തുടരുകയാണ്. 3 ഭീകരരെ ഇതിനകം തന്നെ വധിച്ചതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതിൽ നേരത്തെ തന്നെ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് സഹായം നൽകിയ 14 ഭീകരവാദികളുടെ പട്ടിക പുറത്തുവിട്ടിരുന്നു. ആ പട്ടികയിൽ ഉൾപ്പെട്ട 3 പേർ അടക്കമുള്ളവരാണ് 3 പേർ ഈ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ആസിഫ് അഹമ്മദ് ഷെയ്ഖ്, അയാൾ ത്രാൽ സ്വദേശി തന്നെയാണ്. ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ പ്രാദേശിക ഭീകരരുടെ വീട് പൊളിക്കാൻ ആരംഭിച്ച ഘട്ടത്തിൽ ആദ്യം പൊളിച്ച വീട് ആസിഫ് ഷെയ്ഖിന്റേതായിരുന്നു. ഇയാൾ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. കൂടാതെ യാവർ അഹമ്മദ് ഭട്ട് എന്ന പ്രദേശവാസിയായ മറ്റൊരു ഭീകരവാദി, ഇതുകൂടാതെ അമീർ നാസർ വാണി എന്ന 3ാമത്തെ ഭീകരവാദി, ഇത്തരത്തിൽ 3 പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. ഇത് ഔദ്യോഗികമായ സ്ഥിരീകരണം ഇക്കാര്യത്തിൽ ഈ ഏറ്റുമുട്ടൽ പൂർത്തിയായ ശേഷം മാത്രമായിരിക്കും ഉണ്ടാവുക. നിലവിലിപ്പോൾ പോലീസ് വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് 3 പേരാണ് ഈ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഏറ്റുമുട്ടൽ ഇപ്പോഴും ശക്തമായി തന്നെ ത്രാലിൽ തുടരുകയാണ്. ആ 3 ഭീകരവാദികൾ പ്രദേശത്ത് ഒളിച്ചിരിക്കുന്നുണ്ട് എന്നായിരുന്നു ആദ്യം പുറത്തുവന്ന വിവരം. രഹസ്യാന്വേഷണ വിഭാഗം നൽകിയ റിപ്പോർട്ടും 3 ഭീകരവാദികൾ ഈ പ്രദേശത്ത് ഒളിച്ചിരിക്കുന്നുണ്ട് എന്നായിരുന്നു. എന്നാൽ അതിനേക്കാൾ കൂടുതലായി ഭീകരവാദികൾ ഈ പ്രദേശത്ത് ഉണ്ട് എന്ന് തന്നെയാണ് പിന്നീടുള്ള ഈ ഓപ്പറേഷൻ ഈ ഒരു ഘട്ടത്തിലും പുരോഗമിക്കുന്നുവെന്നും തുടർച്ചയായി വെടിയൊച്ചകൾ നിമിഷങ്ങൾക്ക് മുമ്പ് പോലും കേട്ടു എന്നത് കൊണ്ടും തന്നെ കൂടുതൽ പേർ ഈ മേഖലയിൽ ഉണ്ട് എന്ന് തന്നെയാണ് നിലവിൽ കണക്കാക്കുന്നത്. കൂടുതൽ വാഹനങ്ങളും സൈനികരെയും പ്രദേശത്ത് എത്തിച്ചിട്ടുണ്ട്. ഈ വനമേഖലയോട് ചേർന്ന പ്രദേശമായതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രത ഇവിടെ പുലർത്തുന്നുണ്ട്. പഹൽഗാം ഭീകരാക്രമണം നടന്ന ബൈസരൻ വാലിയോട് ചേർന്നുള്ള വനമേഖലയിൽ നിന്നും 30 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ തെക്കൻ കശ്മീരിലെ ഈ ത്രാൽ പ്രദേശം എന്നുള്ളത്. വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഒരു വീട്ടിലാണ് ഭീകരർ ഒളിത്താവളമാക്കിയിരിക്കുന്നത്. അവിടെയാണ് ഭീകരർ ഒളിച്ചിരിക്കുന്നത് എന്ന് സുരക്ഷാ സേന കണ്ടെത്തിയിരുന്നു. ഇന്നലെ രാത്രി അർദ്ധരാത്രിയോടുകൂടി തന്നെ ഈ മേഖലയിൽ സേനാ വിന്യാസം പൂർത്തിയാക്കിയിരുന്നു. ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഓപ്പറേഷൻ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് സുരക്ഷാ സേനയ്ക്ക് നേരെ ഒരു വീട്ടിൽ നിന്നും ഭീകരർ വെടിയുതിർത്തത്. തുടർന്നാണ് ഏറ്റുമുട്ടലുണ്ടാവുകയും 3 ഭീകരരെ ഇതിനകം വധിച്ചു കഴിഞ്ഞു എന്ന വിവരവും പുറത്തുവരുന്നത്. ആസിഫ് അഹമ്മദ് ഷെയ്ഖ്, യാവർ അഹമ്മദ് ഭട്ട്, അമീർ നാസർ വാനി എന്നീ 3 ഭീകരവാദികൾ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പ്രദേശത്ത് ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ്. ശക്തമായ വെടിയൊച്ചകൾ, സ്ഫോടന ശബ്ദങ്ങൾ എന്നിവ ഈ ഓപ്പറേഷൻ നടക്കുന്ന സ്ഥലത്തു നിന്നും നമുക്ക് ഇപ്പോഴും കേൾക്കാൻ കഴിയുന്നുണ്ട്. ജമ്മുകശ്മീർ പോലീസിന്റെ SOG സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പും ഒപ്പം CRPF സൈന്യവും ചേർന്ന് സംയുക്തമായാണ് ഈ ഓപ്പറേഷൻ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ചൊവ്വാഴ്ച ഉണ്ടായ ഏറ്റുമുട്ടലിൽ കെല്ലർ മേഖലയിൽ 3 ഭീകരവാദികളെ സമാനമായ നീക്കത്തിലൂടെ സുരക്ഷാ സേന വധിച്ചിരുന്നു. ആ ഭീകരവാദികളുമായി ബന്ധമുള്ള ഭീകരർ തന്നെയാണ് ഇവിടെയും ഉള്ളത് എന്നാണ് ലഭ്യമാകുന്ന വിവരം. നേരത്തെ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഭീകരർക്ക് വേണ്ടിയുള്ള പോസ്റ്ററുകൾ, അവർ ലുക്കൌട്ട് നോട്ടീസുകൾ പുറത്തിറക്കുകയും തുടർന്ന് അവർക്കായുള്ള പോസ്റ്ററുകൾ, അവരെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് 20 ലക്ഷം രൂപ പാരിതോഷികം നൽകും എന്നുള്ള പോസ്റ്ററുകൾ ഈ പ്രദേശത്തെല്ലാം തന്നെ പതിച്ചിരുന്നു. തെക്കൻ കാശ്മീരിലെ ഈ മേഖലയിൽ ത്രാലും കുൽഗാം അടക്കമുള്ള ഈ മേഖലയിൽ ഷോപ്പിയാൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പ്രാദേശിക ഭീകരരുടെ സാന്നിധ്യം ഏറെയുള്ളതായുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ സുരക്ഷാ സേനയ്ക്ക് ലഭിച്ചിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഈ മേഖല കേന്ദ്രീകരിച്ച് തന്നെ പ്രാദേശിക ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. ആ നടപടികളുടെ ഭാഗമായി വീട് പൊളിക്കൽ അടക്കമുള്ള നടപടികൾ ഉണ്ടായിരുന്നു. പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർക്ക് പ്രാദേശിക സഹായം നൽകുന്ന, അവർക്ക് ഒളിച്ചിരിക്കാനുള്ള ഇടവും അവർക്ക് യാത്രാ സൗകര്യങ്ങളും അടക്കമുള്ളവ നൽകുന്നതായി പ്രാദേശിക ഭീകരർ നൽകുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായുള്ള നടപടിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഈ ത്രാലിൽ നടന്ന ഏറ്റുമുട്ടൽ ഉൾപ്പെടെ ഇതിന്റെ ഭാഗമായാണെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. SKN. ഓക്കെ, ബൽറാം നെടുങ്ങാടിയാണ് ത്രാലിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇപ്പോഴും അവിടെ ഏറ്റുമുട്ടൽ തുടരുകയാണ്. വലിയ സ്ഫോടന ശബ്ദം കേൾക്കുന്നുണ്ട്. 3 ഭീകരന്മാർ വധിക്കപ്പെട്ടു എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റായി ലഭിക്കുന്ന വിവരം.